ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ജിൻസ് കുര്യാക്കോസ്, കാഞ്ഞിരപ്പുഴ സെന്റ് തോമസ് ഐറ്റിയിലെ MMV ഇൻസ്ട്രക്ടർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഡീസൽ ഫ്യൂവൽ സിസ്റ്റം. ഡീസൽ എഞ്ചിനുകളിലെ ഫ്യൂവൽ സിസ്റ്റത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡീസൽ ഫ്യൂവൽ സിസ്റ്റത്തിന് ഇനി പറയുന്ന ക്വാളിറ്റീസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഫ്യൂവലിനെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. ഫ്യൂവലിനെ ഫിൽട്ടർ ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. ഇഞ്ചക്ഷൻ പമ്പിലേക്ക് ഡീസൽ എത്തിക്കാൻ കഴിയണം. സിലിണ്ടറിനകത്തേക്ക് ഡീസൽ ഇഞ്ചക്ട് ചെയ്യാൻ കഴിയണം. എഞ്ചിൻ വേഗത നിയന്ത്രിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഒരു ഡീസൽ ഫ്യൂവൽ സിസ്റ്റത്തിന്റെ കർത്തവ്യങ്ങൾ എന്ന് പറയുന്നത്. ഇന്ധനം ശേഖരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, വാഹനത്തിന് പ്രവർത്തിക്കാൻ ആവശ്യമായ, എഞ്ചിന് പ്രവർത്തിക്കാൻ ആവശ്യമായ ഫ്യൂവല് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഫ്യൂവൽ ടാങ്കിലാണ്. അടുത്തതാണ് ഫിൽറ്ററിങ്. ഫിൽറ്ററിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഫ്യൂവലിനകത്ത് ഒരുപാട് ഡസ്റ്റ് പാർട്ടിക്കിൾസും ഡർട്ട് പാർട്ടിക്കിൾസും ഒക്കെ ഉണ്ട്. ഫ്യൂവൽ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തും അതുപോലെ നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡസ്റ്റ് പാർട്ടിക്കിൾസ് വരാനോ അങ്ങനെ ഒരുപാട് സാഹചര്യത്തിൽ ഫ്യൂവലിന്റെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ വരുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫിൽറ്ററിംഗ് സിസ്റ്റം നിർബന്ധമായിട്ടും ഡീസൽ ഫ്യൂവൽ സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കണം. അടുത്തതാണ് ഇഞ്ചക്ഷൻ പമ്പിലേക്ക് ഡീസൽ എത്തിക്കുക എന്നുള്ളത്. നമുക്കറിയാം, ഡീസൽ എഞ്ചിനുകളിൽ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് FIP ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫ്യൂവലിനെ ഇഞ്ചക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിലേക്ക് ഫ്യൂവലിനെ എത്തിക്കാൻ നമുക്ക് സാധിക്കണം. സിലിണ്ടറിനകത്തേക്ക് ഡീസൽ ഇഞ്ചക്ട് ചെയ്യുക. ഇത് സിലിണ്ടറിലേക്ക് ആവശ്യമായ അളവിൽ, ആവശ്യമായ സമയത്ത്, ആവശ്യമായ റേഷ്യോയിൽ ഫ്യൂവലിനെ സപ്ലൈ ചെയ്യുക എന്നുള്ളത്. ഇതൊക്കെയാണ് ഒരു ഡീസൽ ഫ്യൂവൽ സിസ്റ്റത്തിന്റെ കർത്തവ്യങ്ങൾ എന്ന് പറയുന്നത്. ഡീസൽ ഫ്യൂവലിന്റെ കത്താനുള്ള ശേഷിയെ സൂചിപ്പിക്കുന്നതാണ് സീറ്റൈൻ നമ്പർ എന്ന് പറയുന്നത്. സാധാരണ ഡീസൽ ഫ്യൂവലിന്റെ സീറ്റൈൻ നമ്പർ എന്ന് പറയുന്നത് 45 ആണ്. അത് 45 മുതൽ 55 വരെ റേഞ്ച് ആവാനും സാധ്യതയുണ്ട്. CN റേറ്റിംഗ് എന്ന് നമ്മൾ സീറ്റൈൻ നമ്പറിനെ പറയാറുണ്ട്. ഡീസലിന്റെ വാല്യൂ നമ്മൾ എപ്പോഴും പറയുമ്പോൾ സീറ്റൈൻ നമ്പർ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഡീസലിന്റെ വാല്യൂ നമ്മൾ എപ്പോഴും പറയുന്നത്. പെട്രോളിനാണെങ്കിൽ നമ്മൾ ഒക്ടൈൻ നമ്പർ പറയും. അടുത്തതാണ് കൺസെപ്റ്റ് ഓഫ് ക്വയറ്റ് ഡീസൽ ടെക്നോളജി. ക്വയറ്റ് ഡീസൽ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഡീസൽ എഞ്ചിനിൽ ഫ്യൂവൽ ബേൺ ആവുന്ന സമയത്ത് അവിടെ ഒരുപാട് വൈബ്രേഷനും നോയ്സും അതുപോലെ തന്നെ ഹാർഷ്നെസ്സും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടാവുന്ന വൈബ്രേഷൻ, ഹാർഷ്നെസ്, നോയ്സ് ഇതിനെയൊക്കെ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റമാണ് ക്വയറ്റ് ഡീസൽ ടെക്നോളജി എന്ന് പറയുന്നത്. കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിനാണ്. എയറിനെ കംപ്രസ് ചെയ്ത് അതിലേക്ക് ഫ്യൂൽ ഇഞ്ചക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഡീസൽ എഞ്ചിനുകളിൽ ഫ്യൂൽ ബേൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വൈബ്രേഷനും ഹാർഷ്നെസ്സും അതുപോലെ നോയ്സും ഒക്കെ പെട്രോൾ എഞ്ചിനെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. ഈ വൈബ്രേഷൻ, ഹാർഷ്നെസ്, നോയ്സ് ഈ മൂന്നിനെ നമ്മൾ NVH എന്നാണ് ഷോർട്ട് ആക്കി പറയുന്നത്. അടുത്തതാണ് മെത്തേഡ്സ് ഫോർ റെഡ്യൂസിങ് NVH. NVH റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഒന്ന്, പൈലറ്റ് ഇഞ്ചക്ഷൻ സിസ്റ്റം ടു റെഡ്യൂസ് കമ്പഷൻ പ്രഷർ. അടുത്താണ് ഇൻക്രീസ്ഡ് റിജിഡിറ്റി ഓഫ് എഞ്ചിൻ സ്ട്രക്ചർ. ഇനി നമുക്ക് അത് എന്താണെന്ന് നോക്കാം. പൈലറ്റ് ഇഞ്ചക്ഷൻ സിസ്റ്റം. പൈലറ്റ് ഇഞ്ചക്ഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ ടൈമിങ്ങിന് മുമ്പ്, അതായത് നോർമലി ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യുന്ന ടൈമിന് മുമ്പ് ഒരു 10% ഫ്യൂവല് നമ്മൾ നേരത്തെ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇത് കമ്പഷൻ ചേമ്പറിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ബേൺ ആവും. അങ്ങനെ ബേൺ ആയി തുടങ്ങുമ്പോൾ അതിലേക്ക് നോർമൽ ടൈമിങ്ങിലുള്ള ഫ്യൂവലിനെ മൊത്തത്തിൽ ബാക്കി 90% ഫ്യൂവലിനെ ഇഞ്ചക്ട് ചെയ്യും. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10% ഫ്യൂവല് ആദ്യം തന്നെ കമ്പഷൻ ചേമ്പറിൽ എത്തുകയും ഇത് എയറുമായി മിക്സായി ബേൺ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഈ ആക്ച്വൽ ടൈമിങ്ങിന് ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യുമ്പോൾ ഈ ഫ്യൂവലിന്റെ കൂടെ ചേർന്ന് ആദ്യം വന്ന ഫ്യൂവല് കത്താൻ തുടങ്ങിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്യൂവലിനെ ബേൺ ചെയ്യിക്കാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് കമ്പഷൻ പ്രഷർ കുറയ്ക്കാൻ സാധിക്കും. നോർമലി ഹൈ കംപ്രസ്ഡ് ആണെങ്കിലും നമുക്കൊരു കുറഞ്ഞ അളവിൽ
ഈ കംപ്രഷൻ പ്രഷറിനെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. കാരണം നേരത്തെ നമ്മൾ ഫ്യൂവലിനെ ബേൺ ചെയ്ത് അവിടെ വെച്ച് കത്തിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് കംപ്രഷൻ പ്രഷർ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഇതാണ് പൈലറ്റ് ഇഞ്ചക്ഷൻ സിസ്റ്റം ടു റെഡ്യൂസ് കംപ്രഷൻ പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ നമ്മളൊരു 10% ഫ്യൂവൽ കംപ്രഷൻ ചേമ്പറിലേക്ക് സപ്ലൈ ചെയ്യും. അങ്ങനെ ഫ്യൂവൽ സപ്ലൈ ചെയ്യുമ്പോൾ കംപ്രഷൻ ചേമ്പറിലെ എയറുമായി മിക്സ് ചെയ്ത് അത് ബേൺ ചെയ്ത് തുടങ്ങും. അത് ബേൺ ചെയ്ത് തുടങ്ങുന്ന സമയത്തായിരിക്കും നമ്മൾ ഫ്യൂവലിനെ ആക്ച്വലായിട്ട് ബാക്കി 90% ഫ്യൂവലിനെ സിലിണ്ടറിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നത്. അങ്ങനെ ഇഞ്ചെക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്യൂവലിനെ കത്തിച്ചെടുക്കാൻ സാധിക്കും. നോർമൽ വേണ്ട അത്രയും പ്രഷർ നമുക്ക് ആവശ്യമായി വരില്ല. അങ്ങനെ നമുക്ക് പ്രഷറിനെ റെഡ്യൂസ് ചെയ്യാനും സാധിക്കും. അതാണ് പൈലറ്റ് ഇഞ്ചക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്തതാണ് ഇൻക്രീസ്ഡ് റിജിഡിറ്റി ഓഫ് എൻജിൻ സ്ട്രക്ചർ. ഇൻക്രീസ്ഡ് റിജിഡിറ്റി ഓഫ് എൻജിൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു എൻജിന്റെ സിലിണ്ടറിനകത്ത് കംപ്രഷൻ ചേമ്പറിൽ പിസ്റ്റണിന്റെ മുകളിലായിട്ടാണ് ഏറ്റവും കൂടുതൽ വൈബ്രേഷൻ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പിസ്റ്റണില് അതുപോലെ കണക്റ്റിംഗ് റോഡിന്റെ സ്മോൾ എൻഡും ബിഗ് എൻഡും ഒക്കെ കുറച്ചും കൂടെ ഹെവി ആയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും. അങ്ങനെ ഹെവി ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നതുപോലെ നമുക്ക് ഇതിന്റെ വൈബ്രേഷൻ കുറയ്ക്കാൻ സാധിക്കും. നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഡീസൽ എഞ്ചിനിൽ ഹെവിയർ ആയിട്ടുള്ള ഫ്ലൈ വീൽ നമ്മൾ ഉപയോഗിക്കുന്നത് എഞ്ചിന്റെ വൈബ്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ നമ്മൾ പിസ്റ്റണിന്റെയും അതേപോലെ കണക്റ്റിംഗ് റോഡിന്റെ കൺസ്ട്രക്ഷന്റെ സമയത്ത് ഇതിന്റെ സൈസും ഹെവിയർ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യും. അങ്ങനെ ഹെവിയർ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നതിലൂടെ എഞ്ചിനിൽ ക്രിയേറ്റ് ചെയ്യുന്ന വൈബ്രേഷന് ഒരളവ് വരെ ഈ പിസ്റ്റണും കണക്റ്റിംഗ് റോഡും അബ്സോർബ് ചെയ്തെടുക്കും. അതിലൂടെ നമുക്ക് ഈ NVH നോയ്സ്, വൈബ്രേഷൻ അതുപോലെ ഹാർഷ്നെസ് ഇത് മൂന്നും റെഡ്യൂസ് ചെയ്യാനും സാധിക്കും. അതാണ് നമ്മൾ NVH റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് ടെക്നോളജി എന്ന് പറയുന്നത്. ഒന്ന് ഇൻക്രീസ്ഡ് റിജിഡിറ്റി ഓഫ് എൻജിൻ സ്ട്രക്ചർ, മറ്റൊന്ന് പൈലറ്റ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വേറെ രണ്ട് മെത്തേഡാണ്. ഒന്ന് നമ്മൾ ഒരു സെക്കൻഡറി ബാലൻസർ അഡീഷണൽ ആയിട്ട് കൊടുക്കും. അതിലൂടെ നമുക്ക് എൻജിന്റെ വൈബ്രേഷൻ കുറയ്ക്കാൻ സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പെയർ ഓഫ് ഗിയറോ അതല്ലെങ്കിൽ സിസേഴ്സ് ഗിയറോ നമ്മൾ ഈക്വൽ ആയിട്ട് ഒരേ ടീത്തായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ പ്രൊവൈഡ് ചെയ്താലും നമുക്ക് ഇത് എൻജിന്റെ വൈബ്രേഷൻ NVH റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. നോയ്സ് ആൻഡ് വൈബ്രേഷൻ, ഹാർഷ്നെസ് ഇത് മൂന്നും നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഒന്നുകിൽ സിസേഴ്സ് ഗിയർ അല്ലെങ്കിൽ വേറെ രണ്ട് സെറ്റ് ഓഫ് ഗിയർ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതുമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു അഡീഷണൽ ആയിട്ടൊരു സെക്കൻഡറി ബാലൻസർ കൂടി പ്രൊവൈഡ് ചെയ്യും. ഇതിലൂടെ നമുക്ക് എൻജിന്റെ വൈബ്രേഷൻ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. മറ്റൊരു മെത്തേഡാണ് ഫ്ലൈ വീലിന്റെ രണ്ട് സൈഡിലും നമ്മൾ സ്പ്രിങ്ങും ഡാമ്പറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതിലൂടെ നമുക്ക് ഫ്ലൈ വീലിൽ ഉണ്ടാകുന്ന വൈബ്രേഷനെ റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ എൻജിന്റെ നോയ്സ് കുറയ്ക്കാനും അതുപോലെ ഹാർഷ്നെസ് കുറയ്ക്കാനും സാധിക്കുകയും ചെയ്യും. അടുത്തതാണ് ക്ലീൻ ഡീസൽ ടെക്നോളജി. ക്ലീൻ ഡീസൽ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസൽ എഞ്ചിനിൽ നിന്ന് 0% എമിഷൻ ഇത് ഉദ്ദേശിച്ചുകൊണ്ട് കണ്ടെത്തിയ ഒരു പരിപാടിയാണ് ക്ലീൻ ഡീസൽ ടെക്നോളജി എന്ന് പറയുന്നത്. ഇത് മൂന്ന് കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ഇമ്പ്രൂവ്മെന്റ് വരുത്തിയിട്ടുണ്ട്. ഒന്ന് അഡ്വാൻസ്ഡ് എഞ്ചിൻ. അഡ്വാൻസ്ഡ് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂവലിനെ കംപ്ലീറ്റ് ബേൺ ആവുന്ന രീതിയിലായിരിക്കും നമ്മൾ എഞ്ചിന്റെ കൺസ്ട്രക്ഷൻ നടത്തുക. അപ്പൊ അങ്ങനെ കംപ്ലീറ്റ് ബേൺ ആവുന്നതിലൂടെ നമുക്ക് ഇതിൽ നിന്നുണ്ടാകുന്ന അൺബേൺഡ് ഹൈഡ്രോ കാർബൺസും കാർബൺ മോണോക്സൈഡും ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ എഫിഷ്യന്റ് ആയിട്ടൊരു ഡീസൽ എഞ്ചിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എമിഷൻ കുറയ്ക്കാനും അതിലൂടെ നമുക്ക് ക്ലീൻ ഡീസൽ ടെക്നോളജി പ്രാവർത്തികമാക്കാനും സാധിക്കും. അടുത്തതാണ് ക്ലീനർ ഡീസൽ ഫ്യൂവൽ. നമുക്കറിയാം ഡീസലിൽ സൾഫർ കണ്ടന്റ് ഉണ്ട്. ഈ സൾഫറിനെ 99% വരെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ സാധിക്കും. അങ്ങനെ അൾട്രാ ലോ സൾഫർ ഡീസൽ ULSD എന്നാണ് നമ്മൾ പറയുക. സൾഫറിന്റെ അളവ് കുറഞ്ഞ ഡീസൽ എഞ്ചിനുണ്ടെ നമ്മൾ പറയുന്നത് എന്താണ്, ULSD. നമ്മുടെ ITയിലെ ബൊലേറോയുടെ ഫ്യൂവൽ ടാങ്കിന്റെ സൈഡിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ULSD ഉപയോഗിക്കുക എന്ന് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അൾട്രാ ലോ സൾഫർ ഡീസൽ ഉപയോഗിക്കുക എന്ന് അതിനകത്ത് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. ടർബോ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ULSD എന്ന് പറഞ്ഞാൽ അൾട്രാ ലോ സൾഫർ ഡീസൽ. ഇത് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് എമിഷൻ കുറയ്ക്കാനും അതുപോലെ തന്നെ ക്ലീൻ ഡീസൽ ടെക്നോളജി നമുക്ക് പ്രാവർത്തികമാക്കാനും സാധിക്കും. അടുത്തതാണ് എഫക്റ്റീവ് എമിഷൻ കൺട്രോൾ.
ക്രാങ്ക് കേസ് വെന്റിലേഷൻ, അതുപോലെ തന്നെ DPF, ഡീസൽ പാർട്ടിക്കുലേറ്റ് ഫിൽട്ടർ, എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ, ഡീസൽ ഓക്സിഡേഷൻ കാറ്റലിസ്റ്റ് DOC, സെലക്റ്റീവ് കാറ്റലിറ്റിക് റിഡക്ഷൻ SCR, അതുപോലെ ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ് DEF, ഇങ്ങനെയുള്ള ടെക്നോളജി ഒക്കെ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് എമിഷൻ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഈ 3 കാര്യങ്ങൾ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ഡീസൽ ടെക്നോളജി വർക്കൗട്ട് ആയി എന്ന് പറയാം. ക്ലീൻ ഡീസൽ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ, ഡീസൽ എഞ്ചിനിൽ നിന്ന് 0% എമിഷൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനു വേണ്ടി 3 കാര്യങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ നമുക്കിത് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് പറയുന്നത്. ഒന്ന്, അഡ്വാൻസ്ഡ് എഞ്ചിൻ, അതായത് എഞ്ചിനിൽ നമ്മൾ പുതിയ ടെക്നോളജീസ് ഉപയോഗിച്ച് പരമാവധി എമിഷൻ റെഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ എഞ്ചിൻ കൺസ്ട്രക്ട് ചെയ്യുക. അടുത്താണ് ക്ലീനർ ഡീസൽ ഫ്യൂൽ, സൾഫറിന്റെ അളവ് കുറഞ്ഞ ULSD, അൾട്രാ ലോ സൾഫർ ഡീസൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എമിഷൻ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അടുത്താണ് എഫക്റ്റീവ് എമിഷൻ കൺട്രോൾ, DPF, അതുപോലെ SCR, DEF, DOC, EGR ഒക്കെ ഉപയോഗിച്ച് നമുക്ക് എക്സോസ്റ്റ് എമിഷനെ വീണ്ടും ഒന്നും കൂടി ബേൺ ചെയ്ത് തിരിച്ച് അറ്റ്മോസ്ഫിയറിലേക്ക് വിടുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതാണ് ക്ലീൻ ഡീസൽ ടെക്നോളജി എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കോമ്പണൻസ് ഓഫ് ഫ്യൂവൽ സിസ്റ്റം. ഫ്യൂവൽ സിസ്റ്റത്തിന്റെ കോമ്പണൻസ് എന്താണെന്ന് നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്യൂവൽ ടാങ്കിനെ കുറിച്ചാണ്. നമുക്കറിയാം ഫ്യൂവൽ ടാങ്ക് ഉപയോഗിക്കുന്നത് ഡീസൽ ഫ്യൂവൽ സിസ്റ്റത്തിൽ ഫ്യൂവലിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഷീറ്റ് മെറ്റൽ ഉപയോഗിച്ച് പ്രസ്സിങ്ങിലൂടെയാണ് നമ്മൾ ഫ്യൂവൽ ടാങ്കിനെ നിർമ്മിച്ചെടുക്കുന്നത്. അത് റൗണ്ട് ഷേപ്പിലുണ്ടാവും, ഓവൽ ഷേപ്പിലുണ്ടാവും, പല രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഫില്ലർ നെക്ക് ആൻഡ് ക്യാപ്പ്. ഫില്ലർ നെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂവലിനെ ഫില്ല് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ നെക്കിനെയാണ് നമ്മൾ ഫില്ലർ നെക്ക് എന്ന് പറയുന്നത്. അതിന്റെ ക്യാപ്പ്, ഈ ക്യാപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. ക്യാപ്പിൽ നമ്മളൊരു വെന്റ് ഹോൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അന്തരീക്ഷ വായുവുമായി ഫ്യൂവൽ ടാങ്കിലെ പ്രഷർ മാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു വെന്റ് ഹോള് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഫ്യൂവൽ താഴത്തേക്ക് ഇറങ്ങുകയാണ്, ലെവൽ കുറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്ലോസ്ഡ് വെന്റ് ആണെന്നുണ്ടെങ്കിൽ, വെന്റ് ക്ലോസ് ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂവല് താഴത്തേക്ക് ഇറങ്ങത്തില്ല. നമുക്കറിയാം, ഗ്ലാസ് തലവത്തി പിടിച്ച് അതിനകത്ത് വെള്ളം ഒഴിച്ച് തലവത്തി പിടിച്ച് കഴിഞ്ഞാൽ അത് മുകളിലേക്ക് നമുക്കൊരു പുള്ളിങ് ഉണ്ടാവും. ഈ പുള്ളിങ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എയർ കടത്തി വിടാൻ വേണ്ടിയിട്ടാണ് വെന്റ് ഹോൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതാണ് ബഫിൾ. നമുക്ക് എല്ലാവർക്കും അറിയാം, സ്ലാഷിംഗ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബഫിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അടുത്താണ് ഫ്യൂവൽ ഗേജ് സെൻസിങ് യൂണിറ്റ്. നമ്മൾ ഗേജസിനെ പറ്റി പഠിച്ചപ്പോൾ പറഞ്ഞാണ് ഫ്യൂവൽ ഗേജിന്റെ ടാങ്ക് യൂണിറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഫ്യൂവൽ ടാങ്കിലാണ്. അടുത്താണ് സെഡിമെന്റ് ബൗൾ ആൻഡ് ഡ്രെയിൻ പ്ലഗ്. ഡ്രെയിൻ പ്ലഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും കാരണവശാൽ നമുക്ക് ഫ്യൂവൽ ടാങ്ക് ഡ്രെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നതാണ് ഡ്രെയിൻ പ്ലഗ്. അടുത്താണ് സെഡിമെന്റ് ബൗൾ. സെഡിമെന്റ് ബൗൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്യൂവലിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ്, ഡയറക്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ റിമൂവ് ചെയ്ത് കളക്ട് ചെയ്ത് വെക്കാൻ വേണ്ടി ഒരു ബൗൾ ഷേപ്പിലുള്ള ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ടാകും ഡ്രെയിൻ പ്ലഗിനോട് ചേർന്ന്. ഇതിനെയാണ് നമ്മൾ സെഡിമെന്റ് ബൗൾ എന്ന് പറയുന്നത്. ഫ്യൂവൽ ടാങ്കിനകത്ത് നമുക്കൊരു ഫ്ലോട്ട് കാണാൻ സാധിക്കും. ഈ ഫ്ലോട്ടാണ് ആക്ച്വലി ഈ ടാങ്ക് യൂണിറ്റിനെ, ഗേജിന്റെ ടാങ്ക് യൂണിറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. ഫ്ലോട്ട് മുകളിലേക്കും താഴേക്കും പോകുന്നതിനനുസരിച്ചാണ് ഇതിലുള്ള റെസിസ്റ്റൻസിൽ വ്യത്യാസം വരികയും അങ്ങനെ അത് ഡ്രൈവർക്ക് ഡാഷ്ബോർഡിൽ കാണാൻ സാധിക്കുകയും ചെയ്യുന്നു. അപ്പൊ അതിനു വേണ്ടി ഫ്യൂവൽ ടാങ്കിന്റെ അകത്തായിരിക്കും ഈ ഫ്ലോട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അടുത്തതാണ് ഫ്യൂവൽ പൈപ്പ്. ഫ്യൂവൽ സിസ്റ്റത്തിൽ പ്രധാനമായും 2 ടൈപ്പ് പൈപ്പുകളാണുള്ളത്. ഒന്ന് ഹൈ പ്രഷർ പൈപ്പ്, മറ്റൊന്ന് സക്ഷൻ പൈപ്പ്. ഹൈ പ്രഷർ പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FIPയുടെയും ഫ്യൂവൽ ഇഞ്ചക്ടറിന്റെയും ഇടയ്ക്കുള്ള മെറ്റൽ കൊണ്ട് കൺസ്ട്രക്ട് ചെയ്ത പൈപ്പിനെയാണ് നമ്മൾ ഹൈ പ്രഷർ പൈപ്പ് എന്ന് പറയുന്നത്. അടുത്തതാണ് സക്ഷൻ പൈപ്പ്. സക്ഷൻ പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂവൽ ടാങ്കിന്റെയും ഫ്യൂവൽ പമ്പിന്റെയും, ഫ്യൂവൽ ടാങ്കിൽ നിന്ന് ഫ്യൂവൽ ഫീഡ് പമ്പ് വരെയുള്ള പൈപ്പിനെയാണ് നമ്മൾ സക്ഷൻ പൈപ്പ് എന്ന് പറയുക. ഫ്യൂവൽ ടാങ്കിൽ നിന്ന് ഫ്യൂവൽ ഫീഡ് പമ്പ് വരെയുള്ള പൈപ്പിനെ നമ്മൾ സക്ഷൻ പൈപ്പ് എന്നും,
FIP യിൽ നിന്ന് ഇഞ്ചക്ടർ വരെയുള്ള മെറ്റൽ ഉപയോഗിച്ച് കൺസ്ട്രക്ട് ചെയ്ത പൈപ്പിനെ നമ്മൾ ഹൈ പ്രഷർ പൈപ്പ് എന്നും പറയുന്നു. ഇത് കൂടാതെ ഒരു പൈപ്പ് കൂടി ഉണ്ടാകും, ഒരു ഓവർഫ്ലോ പൈപ്പ്. ഈ ഓവർഫ്ലോ പൈപ്പ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പ്രഷർ വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫ്യൂവൽ സിസ്റ്റത്തിൽ നിന്ന് കുറച്ച് ഫ്യൂവലിനെ വീണ്ടും തിരിച്ച് ഫ്യൂവൽ ടാങ്കിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓവർഫ്ലോ പൈപ്പ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അടുത്താണ് ബ്ലീഡിംഗ് ഓഫ് ദ ഫ്യൂവൽ സിസ്റ്റം. ബ്ലീഡിംഗ് ഓഫ് ദ ഫ്യൂവൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂവൽ സിസ്റ്റത്തിൽ നിന്ന് എയർ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബ്ലീഡിംഗ് ഓഫ് ദ ഫ്യൂവൽ സിസ്റ്റം എന്ന് പറയുന്നത്. സപ്പോസ് ഫ്യൂവൽ ലൈനിൽ പൈപ്പിൽ എവിടെയെങ്കിലും എയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് ഓരോ സിലിണ്ടറിലേക്കും ഫ്യൂവൽ സപ്ലൈ ചെയ്യുന്നതിനെ തടയുന്നു. ഈ പ്രശ്നം അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലീഡിംഗ് ചെയ്യുന്നത്. എങ്ങനെയാണ് ബ്ലീഡിംഗ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്യൂവൽ ഫിൽറ്ററിന്റെ മുകളിലായി ബ്ലീഡിംഗ് സ്ക്രൂ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ ബ്ലീഡിംഗ് സ്ക്രൂ ലൂസ് ആക്കുകയും ഹാൻഡ് പ്രൈമിംഗ് ഡിവൈസ് നമ്മൾ പമ്പ് ചെയ്യുകയും ചെയ്യും, അല്ലെങ്കിൽ പ്രൈം ചെയ്യുകയും ചെയ്യും. FFPയുടെ മുകളിലുള്ള ഹാൻഡ് പ്രൈമിംഗ് ഡിവൈസ് നമ്മൾ പ്രൈം ചെയ്യുകയും ചെയ്യും. അങ്ങനെ പ്രൈം ചെയ്യുന്ന സമയത്ത് ഈ ഫ്യൂവൽ ലൈനിലുള്ള എയർ ബബിൾസ് എല്ലാം ഈ ബ്ലീഡിംഗ് സ്ക്രൂ വഴി പുറത്തേക്ക് വരും. അങ്ങനെ മുഴുവനായും പോയതിനു ശേഷം പതുക്കെ ഈ ബ്ലീഡിംഗ് സ്ക്രൂ ടൈറ്റ് ചെയ്യുക. അതിനുശേഷം ഹാൻഡ് പ്രൈമിംഗ് ഡിവൈസ് അല്ലെങ്കിൽ ഹാൻഡ് പ്രൈമിംഗ് പമ്പ് ടൈറ്റ് ചെയ്ത് തിരിച്ച് പൂർവ്വസ്ഥിതിയിൽ വെക്കുക. അതാണ് ബ്ലീഡിംഗ് ഓഫ് ഫ്യൂവൽ സിസ്റ്റം എന്ന് പറയുന്നത്. ബ്ലീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂവൽ സിസ്റ്റത്തിൽ നിന്ന് എയറിനെ റിമൂവ് ചെയ്യുന്നതാണ് ബ്ലീഡിംഗ് ഓഫ് ഫ്യൂവൽ സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്തതാണ് ഫ്യൂവൽ ഫിൽട്ടർ. നമുക്കറിയാം ഫ്യൂവൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തും ഫില്ല് ചെയ്യുന്ന സമയത്തൊക്കെ ഇതിനകത്ത് ഡസ്റ്റ് പാർട്ടിക്കിൾസ്, വാട്ടർ കണ്ടന്റ്, ബാക്ടീരിയ, ഡേർട്ട്, വാക്സ് ക്രിസ്റ്റൽസ് ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതിനൊക്കെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്യൂവൽ ഫിൽട്ടർ സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഡീസൽ എഞ്ചിനുകളിൽ പ്രധാനമായും 2 ടൈപ്പ് ഫ്യൂവൽ ഫിൽട്ടർ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് സിംഗിൾ ഫിൽട്ടർ സിസ്റ്റം, മറ്റൊന്ന് 2 സ്റ്റേജ് ഫിൽട്ടർ സിസ്റ്റം. ആദ്യം നമുക്ക് സിംഗിൾ ഫിൽട്ടർ സിസ്റ്റത്തെ പറ്റി നോക്കാം. സിംഗിൾ ഫിൽട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ഫിൽട്ടർ മാത്രമേ ഇതിനകത്ത് ഉണ്ടാവുള്ളൂ. ഇത് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഫ്യൂവൽ ഫീഡ് പമ്പിന്റെയും ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിന്റെ ഇടയിലായിട്ടായിരുന്നു. ആ ഒരൊറ്റ ഫിൽട്ടർ ഉപയോഗിച്ച് ഫ്യൂവലിനെ ഫിൽട്ടർ ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ സിംഗിൾ ഫിൽട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു നിശ്ചിത കിലോമീറ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സിംഗിൾ ഫ്യൂവൽ സിസ്റ്റത്തിന്റെ ഫ്യൂവൽ ഫിൽട്ടർ നമ്മൾ റിമൂവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ സിംഗിൾ ഫ്യൂവൽ ഫിൽട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിൽട്ടർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഒരു ഫിൽട്ടറിലൂടെയാണ് ഡസ്റ്റ് പാർട്ടിക്കിൾസും ഡേർട്ട് പാർട്ടിക്കിൾസും ഒക്കെ റിമൂവ് ചെയ്ത് ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിലേക്ക് ഫ്യൂവൽ സപ്ലൈ ചെയ്യുന്നത്. 2 സ്റ്റേജ് ഫിൽട്ടർ സിസ്റ്റം. 2 സ്റ്റേജ് ഫിൽട്ടർ സിസ്റ്റത്തില് 2 ഫിൽട്ടറുകൾ ഉണ്ടാവും. ഒരു പ്രൈമറി ഫിൽട്ടർ ഉണ്ടാവും, ഒരു സെക്കൻഡറി ഫിൽട്ടർ ഉണ്ടാവും. പ്രൈമറി ഫിൽട്ടർ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഫ്യൂവൽ ഫീഡ് പമ്പിന് മുൻപായിരിക്കും. സെക്കൻഡറി ഫിൽട്ടർ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഫ്യൂവൽ ഫീഡ് പമ്പിന് ശേഷവുമായിരിക്കും. പ്രൈമറി ഫിൽട്ടർ ഉപയോഗിച്ച് നമ്മൾ വാട്ടർ കണ്ടന്റ്, അതുപോലെ വലിയ സൈസിലുള്ള സോളിഡ് ആയിട്ടുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ്, ഡേർട്ട് പാർട്ടിക്കിൾസ് ഇതൊക്കെ നമ്മൾ പ്രൈമറി ഫിൽട്ടറിൽ വെച്ച് റിമൂവ് ചെയ്യും. സെക്കൻഡറി ഫിൽട്ടറിൽ വെച്ച് നമ്മൾ മൈക്രോൺ സൈസിലുള്ള ഇംപ്യൂരിറ്റീസ്, ഡസ്റ്റ് പാർട്ടിക്കിൾസ്, അതുപോലെ പ്രൈമറി ഫിൽട്ടറിൽ തങ്ങി നിൽക്കാതെ വന്ന വാട്ടർ കണ്ടന്റ് ഇതൊക്കെ സെക്കൻഡറി ഫിൽട്ടറിൽ വെച്ച് റിമൂവ് ചെയ്യും. അതിനുശേഷമായിരിക്കും ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യുക. സപ്പോസ് ഫ്യൂവൽ ഫിൽട്ടറിൽ നമ്മൾ ഫ്യൂവൽ കടത്തി വിടാതെ ഡയറക്റ്റ് FIPയിലേക്ക് നമ്മൾ ഫ്യൂവൽ സപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസും ഡേർട്ട് പാർട്ടിക്കിൾസും ഒക്കെ ഇഞ്ചക്ടറിന്റെ നോസിലിൽ വന്ന് അടഞ്ഞിരിക്കുകയും ഓരോ സിലിണ്ടറിലേക്കും ആവശ്യമായ അളവിൽ ഫ്യൂവൽ സപ്ലൈ ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്യും. അതുകൊണ്ട് ഫ്യൂവൽ ഫിൽറ്ററിംഗ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്യൂവൽ ഫിൽട്ടർ സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഈ ഫ്യൂവൽ ഫിൽട്ടറിൽ നമ്മളൊരു ഓവർഫ്ലോ വാൾവ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. ഈ വാൾവിലൂടെ സപ്പോസ് പ്രഷർ വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂവലിനെ തിരിച്ച് നമ്മൾ ഫ്യൂവൽ ടാങ്കിലേക്ക് എത്തിക്കും. അതുകൂടാതെ ഒരു ബ്ലീഡിംഗ് സ്ക്രൂ ഉണ്ടാവും. ഈ ബ്ലീഡിംഗ് സ്ക്രൂ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്
ഫ്യൂൽ സിസ്റ്റത്തിൽ എവിടെയെങ്കിലും എയർ കുടുങ്ങുകയാണെന്നുണ്ടെങ്കിൽ, എയർ ഫ്യൂൽ സിസ്റ്റത്തിൽ എവിടെയെങ്കിലും ഫ്യൂൽ ലൈനിൽ എവിടെയെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലീഡിംഗ് സ്ക്രൂ ഉപയോഗിക്കുന്നത്. അങ്ങനെ എയറിനെ റിമൂവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓരോ സിലിണ്ടറിലേക്കും ആവശ്യമായ അളവിൽ ഫ്യൂൽ എത്തില്ല. ചില സമയത്ത് എയർ മാത്രമായിരിക്കും സിലിണ്ടറിലേക്ക് എത്തുക. അപ്പോൾ നമുക്ക് ഫ്യൂവലിനെ പ്രോപ്പറായിട്ട് കമ്പസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല, എൻജിന്റെ ഫംഗ്ഷനെ മൊത്തം ബാധിക്കും. അതുകൊണ്ട് നമ്മൾ ഈ എയറിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബ്ലീഡിംഗ് സ്ക്രൂ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ചിത്രത്തിൽ എനിക്ക് കാണാൻ സാധിക്കും, ഈ 1 മാർക്ക് ചെയ്തിരിക്കുന്നതാണ് പ്രൈമറി ഫിൽറ്റർ. ഇപ്പുറത്തെ 2 മാർക്ക് ചെയ്തിരിക്കുന്നതാണ് സെക്കൻഡറി ഫിൽറ്റർ. ഈ 3 മാർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിലൂടെ നമുക്ക് ഓവർഫ്ലോ വാൾവ് അസംബ്ലി, ഇതിലൂടെയാണ് ഓവർഫ്ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ച് ഫ്യൂൽ ടാങ്കിലേക്ക് പോകുന്നത്. ഇവിടെ കാണുന്നത്, ഈ കാണുന്നത് ഇതാണ് ബ്ലീഡിംഗ് സ്ക്രൂ. അതേപോലെ ഇവിടെ ഉണ്ടാകും, ഇവിടെ ഉണ്ടാകും. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രാക്ടിക്കലി ചെയ്തപ്പോൾ ഞാൻ കാണിച്ചു തന്നായിരുന്നു, നിങ്ങൾക്ക് ബ്ലീഡിംഗ് സ്ക്രൂ നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ ഫ്യൂവൽ ആദ്യം വന്ന് ഇതിലൂടെ പ്രൈമറി ഫിൽറ്ററിൽ വരും. ഇവിടെ വെച്ച് ഡസ്റ്റ് പാർട്ടിക്കിൾസ്, ഡയറക്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ റിമൂവ് ചെയ്യും. അതിനുശേഷം സഞ്ചരിച്ച് നേരെ സെക്കൻഡറി ഫിൽറ്ററിലേക്ക് പോകും. അവിടുന്ന് മൈക്രോൺ സൈസിലുള്ള ഇംപ്യൂരിറ്റീസ് എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം അത് നേരെ FIP അഥവാ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിലേക്ക് സപ്ലൈ ചെയ്യും. അടുത്താണ് ഫിൽട്ടർ എലമെന്റ്. ഫിൽട്ടർ എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്യൂവൽ ഫിൽറ്ററിനകത്ത് ഫ്യൂവലിനെ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസിനെയാണ് നമ്മൾ ഫിൽട്ടർ എലമെന്റ് എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, പേപ്പർ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ഫിൽട്ടർ എലമെന്റ് കാണാൻ സാധിക്കും. ഇതാണ് ഫ്യൂവൽ ഫിൽട്ടർ എലമെന്റ് എന്ന് പറയുന്നത്. ഈ ഫ്യൂവൽ ഫിൽട്ടർ എലമെന്റ് പ്രധാനമായും പേപ്പറും ക്ലോത്തും ഉപയോഗിച്ചാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. പേപ്പർ ഉപയോഗിച്ചും കൺസ്ട്രക്ട് ചെയ്യും, ക്ലോത്ത് ഉപയോഗിച്ചും കൺസ്ട്രക്ട് ചെയ്യും. ക്ലോത്ത് ഉപയോഗിച്ച് കൺസ്ട്രക്ട് ചെയ്യുന്ന ഫ്യൂവൽ ഫിൽറ്ററുകളെ നമ്മൾ പ്രൈമറി ഫിൽട്ടർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. പ്രൈമറി ഫിൽട്ടർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ക്ലോത്ത് ഉപയോഗിച്ച് കൺസ്ട്രക്ട് ചെയ്യുന്ന ഫ്യൂവൽ ഫിൽട്ടർ ആയിരിക്കും. സെക്കൻഡറി ഫിൽട്ടർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ പേപ്പർ ഉപയോഗിച്ച് കൺസ്ട്രക്ട് ചെയ്യുന്ന ഫ്യൂവൽ ഫിൽറ്ററുകളായിരിക്കും. അപ്പൊ പ്രൈമറി ഫിൽട്ടർ ക്ലോത്തും സെക്കൻഡറി ഫിൽട്ടർ പേപ്പറുമായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ സെക്കൻഡറി ഫിൽട്ടർ ആയിട്ട് നമ്മൾ പേപ്പർ ഉപയോഗിക്കാൻ കാരണം പേപ്പറിലുള്ള ഹോളുകൾ വളരെ നേർത്തതാണ്. ക്ലോത്തിനെ അപേക്ഷിച്ച് പേപ്പറിലുള്ള ഹോളുകൾ, അല്ലെങ്കിൽ പേപ്പറിലൂടെ നമുക്ക് മൈന്യൂട്ടായ സൈസ് വരെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. ക്ലോത്തിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ സൈസ് കൂടുതലായതുകൊണ്ട്, കണ്ണികൾ തമ്മിലുള്ള സൈസ് കൂടുതലായതുകൊണ്ട് ഒരു പരിധി വരെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ക്ലോത്ത് ഉപയോഗിച്ച് പ്രൈമറി ഫിൽറ്ററും പേപ്പർ ഉപയോഗിച്ച് സെക്കൻഡറി ഫിൽറ്ററും നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്താണ് ഡീസൽ ഫ്യൂവൽ വാട്ടർ സെപ്പറേറ്റർ. ഇപ്പൊ പുതിയ ലേറ്റസ്റ്റ് ഡീസൽ എഞ്ചിനുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ് വാട്ടർ സെപ്പറേറ്റർ എന്ന് പറയുന്നത്. വാട്ടർ സെപ്പറേറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്യൂവലിലുള്ള വാട്ടറിനെ റിമൂവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഫിൽട്ടർ, വാട്ടർ കളക്ഷൻ ബോള്, അതുപോലെ വാട്ടർ ഡ്രെയിൻ വാൾവ് വിത്ത് WIF ത്രെഡഡ് പാർട്ട്. ഇതൊക്കെയാണ് ഫ്യൂവൽ വാട്ടർ സെപ്പറേറ്ററിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഫ്യൂവലിനെ നമ്മൾ ഈ വാട്ടർ സെപ്പറേറ്റർ വഴി കടത്തി വിടുകയും അതിലുള്ള വാട്ടർ കണ്ടന്റ് റിമൂവ് ചെയ്യുകയും അതിനുശേഷം മാത്രമായിരിക്കും നമ്മൾ FIPയിലേക്ക് സപ്ലൈ ചെയ്യുക. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ FIP കോമ്പണൻസ്, അതുപോലെ എഞ്ചിൻ കോമ്പണൻസ് ഒക്കെ കൊറോഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, തുരുമ്പെടുക്കാൻ സാധ്യതയുണ്ട്. ഇത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ടർ സെപ്പറേറ്റർ ഫ്യൂവൽ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത്. ബെനിഫിറ്റ്സ് ഓഫ് യൂസിങ് വാട്ടർ സെപ്പറേറ്റർ: പ്രൊട്ടക്ട് എഞ്ചിൻ കോമ്പണൻസ്, അതുപോലെ എക്സ്റ്റെൻഡ് എക്യുപ്മെന്റ് ലൈഫ്, എഞ്ചിന്റെ ലൈഫ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതുപോലെ എഞ്ചിൻ കോമ്പണൻസിനെ തുരുമ്പെടുക്കാതെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും. ഇതൊക്കെയാണ് വാട്ടർ സെപ്പറേറ്റർ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത്.